തളികയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ത്രിയേക ദൈവത്തിന് സ്തുതി. ജീവവചനത്തിലേക്ക് സ്വാഗതം. നാം എല്ലാവരും വിഷാദിക്കാറില്ലേ? ഞരങ്ങിയിട്ടില്ലേ? നാം ഭാരപ്പെടുകയും ചിന്താകുലപ്പെടുകയും ചെയ്യാറുണ്ട് എന്നത് സത്യം. 40 വർഷം കർത്തൃ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന പീറ്റർ ഫ്ലോയ്ഡ് ഒരിക്കൽ രോഗിയായി. ആശുപത്രിയിൽ ഡോക്ടർമാർ പരിശോധിച്ചു. രോഗം ഗുരുതരമാണെന്ന് അവർ വിധിയെഴുതി. ഉടനെ ഒരു ഓപ്പറേഷൻ ആവശ്യമായിരുന്നതുകൊണ്ട് 8 മൈൽ അകലെയുള്ള ഒരു വലിയ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ അയച്ചു. അദ്ദേഹം ദുഃഖിതനും നിരാശനുമായി. ശരീരത്തിന്റെ വേദനയേക്കാൾ മനപ്രയാസമാണ് തന്നെ അലട്ടുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എനിക്കിങ്ങനെ വരുവാൻ ഞാൻ എന്ത് തെറ്റു ചെയ്തു എന്ന് അദ്ദേഹം സ്വയം ചോദിച്ചു. കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കടന്നുവരിക സ്വാഭാവികം മാത്രം. നല്ലവർക്കും ദുഷ്ടന്മാർക്കും കഷ്ടതകൾ ഉണ്ടാകാം. കഷ്ടത സാർവത്രികമാണ്. കഷ്ടതയിൽ കഴിയുന്ന വിശ്വാസികൾക്ക് അവരുടെ വേദനയിൽ കൂടെയും ദൈവത്തെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ, സാക്ഷിപ്പാൻ കഴിയുമോ എന്നതാണ് വിഷയം. എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ലൂക്കോസ് 11-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: യാചിപ്പിൻ, നിങ്ങൾക്ക് നൽകപ്പെടും; അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്കായി തുറക്കപ്പെടും. എന്തെന്നാൽ യാചിക്കുന്ന ഏവനും പ്രാപിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കപ്പെടുകയും ചെയ്യും. നാം എന്താണ് ദൈവത്തോട് യാചിക്കേണ്ടതെന്ന് അടുത്ത വരികളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിന്നും നിങ്ങളുടെ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകും എന്ന് പറഞ്ഞു. ഇന്ന് വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന നാം ജീവിതത്തിൽ ഒരു സഹനമോ വിഷാദമോ പ്രയാസമോ വരുമ്പോൾ എവിടെ നിന്ന് നമുക്ക് ആശ്വാസം കിട്ടും എന്ന് അറിയുവാൻ വേണ്ടി ഓടി അലയുകയാണ്. പലപ്പോഴും നാം യഥാർത്ഥ ദൈവവിശ്വാസത്തിൽ നിന്ന് മാറി അത്ഭുതങ്ങളും അടയാളങ്ങളും സഹനങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന ഏതെല്ലാം സ്ഥാപനങ്ങളോ കേന്ദ്രങ്ങളോ ഉണ്ടോ അവയിലെല്ലാം നാം അഭയം പ്രാപിക്കുന്ന കാഴ്ച ഇന്ന് വളരെ കണ്ടുവരുന്നു. സുറിയാനി സഭാപിതാക്കന്മാർ ആദിമ നൂറ്റാണ്ടിൽ എപ്രകാരമായിരുന്നു ദൈവവിശ്വാസം നിലനിർത്തിയിരുന്നത് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. അവർ തങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ പ്രയാസങ്ങളും വേദനകളും കഷ്ടതകളും സഹനങ്ങളിലൂടെയും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇല്ലായ്മ ചെയ്തുകൊണ്ടുമാണ് അവർ ദൈവിക സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയത്. ഒന്നാമത്തെ പൊതു സുന്നഹദോസായിരുന്ന നിക്ക സുന്നഹദോസിൽ പങ്കെടുത്ത 318 പിതാക്കന്മാർക്കും അംഗവൈകല്യം ഉള്ളവരായിരുന്നു എന്ന് വായിക്കുവാനിടയായി. തങ്ങളുടെ നാഥനായ കർത്താവ് യേശു മിശിഹായെ ഏറ്റുപറയുന്നത് മൂലം അവനായി ജീവിക്കുവാൻ അവർ തയ്യാറായതിനാലാണ് അവർക്ക് അപ്രകാരം പീഡകളും സഹനങ്ങളും ഏൽക്കേണ്ടി വന്നിരുന്നത്. എന്താണ് നാം പ്രാർത്ഥിക്കേണ്ടത്, ആരോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതും വളരെ അധികം നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സുറിയാനി സഭാപിതാക്കന്മാർ എപ്പോഴും കർശനമായി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്: ആരാധന, പ്രാർത്ഥന പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹായാകുന്ന സത്യ ഏകദൈവത്തിലേക്ക് മാത്രമായിരിക്കണം. അതുപോലെ തന്നെ സുറിയാനി പാരമ്പര്യത്തിൽ വിശുദ്ധ ദൈവമാതാവും പരിശുദ്ധന്മാരും നമ്മൾക്കായി നമ്മളോടൊപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം ഇപ്രകാരം പാടുന്നത്: ദൈവാംബികയെ യാചിക്കണമേ ഞങ്ങൾക്കായി ഞങ്ങളോടൊപ്പം. നാം ഇപ്രകാരം പാടുമ്പോൾ നമ്മളോടൊപ്പം നമുക്ക് വേണ്ടി ദൈവപ്രസവത്രിയായിട്ടുള്ള മാതാവും പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണം. എന്നാൽ പലപ്പോഴും ഇന്ന് കണ്ടുവരുന്ന കാര്യം ആരാധന ദൈവത്തിൽ നിന്ന് മാറി വിശുദ്ധരിലേക്കും മറ്റും മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ. അത് വളരെയധികം നാം ചിന്തിക്കേണ്ടതും ഗൗരവമായി എടുക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾക്കും നമ്മൾക്ക് വേണ്ടിയുള്ള പക്ഷാപാതത്തിനും എല്ലാം ദൈവസന്നിധിയിൽ ഏറെ വിലയുണ്ട്. എന്നാൽ ആരാധനയും പ്രാർത്ഥനയും എപ്പോഴും പിതൃപുത്ര പരിശുദ്ധാത്മാവായ സത്യേക ദൈവത്തിലേക്ക് മാത്രം എത്തുവാൻ നാം കരുതലുള്ളവരായിരിക്കണം. ആദ്യം വിശുദ്ധ ദൈവമാതാവിന്റെ ഗാനത്തിൽ പാടിയതുപോലെ ഓരോ വിശുദ്ധരും നമ്മൾക്ക് വേണ്ടി നമ്മളോടൊപ്പം ദൈവത്തോട് യാചിക്കുകയാണ്. എന്നാൽ നമ്മിലുള്ള വലിയ ഉത്തരവാദിത്വം
കീപ്പ് ഓൺ പ്രേയിങ്, ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നാം മറന്നു പോകരുത്. ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ വേദനയിലും സഹനങ്ങളിലും എല്ലാം ദൈവത്തെ സ്നേഹിപ്പാനും ദൈവത്തെ സേവിപ്പാനും സാക്ഷിപ്പാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ഒരിക്കൽ കൂടി ചിന്തിക്കണം. പീറ്റർ ഫ്ലോയിഡിന് കടുത്ത പനിയും വേദനയും ഉണ്ടായിരുന്ന സമയത്ത് ഡോക്ടർമാർ കമ്പിളി പുതപ്പിച്ചപ്പോൾ ഒരു ആശ്വാസം തോന്നി. അതേ കാര്യമാണ് നമ്മുടെ രക്ഷിതാവ് നമ്മുടെ ആത്മാവിന് ചെയ്തു തന്നിരിക്കുന്നത്. അവൻ നമ്മുടെ ആത്മാവിനെ സ്നേഹത്തിന്റെ ചൂട് കമ്പിളിയിൽ പൊതിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും സങ്കീർത്തനക്കാരനോട് ചേർന്ന് ചോദിക്കാം, എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ദൈവസ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും ദൈവിക ആരാധനയുടെ സത്ത ഉൾക്കൊണ്ട് സത്യ ദൈവത്തെ ആരാധിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടവരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ചു നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോ